ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിക്ക് ഭക്ഷണമായിട്ട് ശ്രുതി വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിനോട് ശ്രുതി പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ ഒരിക്കലും വേണമെന്ന് വിചാരിച്ച് ചെയ്തില്ല അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയും, വേണ്ട, നീ ഇനി ഒരു കാര്യവും പറയണ്ട, നീ എന്തായാലും നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശിക്ക് ഭക്ഷണമായിട്ട് വന്നാണെന്ന് പറയുമ്പോൾ, വേണ്ട, നീ എനിക്ക് ഭക്ഷണം തരണ്ട, നീ എൻ്റെ കൈ കൊണ്ടൊരു തുള്ളി വെള്ളം പോലും ഞാൻ എടുത്ത് കുടിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. നീ എത്രയും പെട്ടെന്ന് നീ മുറിന്ന് പോ, പ്രീതി മോളെ ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയും എന്ന് മുത്തശ്ശി പ്രീതിയോട് പറയാൻ കേട്ടോ. പ്രീതി ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതിനെ നോക്കും. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം അവിടെ മേശയിൽ വെച്ചിട്ട് ശ്രുതി ഇറങ്ങിപ്പോകും. അപ്പോൾ ശ്രുതിനെ വീണ്ടും മുത്തശ്ശി വിളിക്കുകയാണ്, ശ്രുതി, നീ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു തരി പോലും ഞാൻ കഴിക്കില്ല, പിന്നെ നീ എന്തിനാണിത് ഇവിടെ വെച്ചുകൊണ്ട് പോകുന്നത്, ഇത് നീ എടുത്തുകൊണ്ട് പോകാൻ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി വീണ്ടും തിരികെ വന്ന് ആ ഭക്ഷണമായിട്ട് വിഷമത്തോട് കൂടിയിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അന്നേരം അഞ്ജലി അവിടേക്ക് വരികയാണ്. എന്നിട്ട് അഞ്ജലി ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എടുക്കാനായിട്ട് പ്രീതി പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ കൂടെ ആകാശം പോകും. അപ്പോൾ അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി എന്ന് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനോട് ഞാൻ അവൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി അവനോടൊന്നും കാര്യം സംസാരിക്കേണ്ട, അവനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അവൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയാണെന്ന് അവൻ തെളിയിച്ച് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയാണ്. എങ്കിലും മുത്തശ്ശി ഈ വീട്ടിലൊരംഗമല്ലേ കുഞ്ഞനും എന്ന് അഞ്ജലി ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാരുണ്യമൊന്നും അവന് വേണ്ട, അവൻ ചെയ്ത് തെറ്റ് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. നിനക്ക് ക്ഷമിക്കാൻ കഴിയുമോ അഞ്ജലി മോളെ എന്ന് പറയുകയാണ്. ഇല്ല മുത്തശ്ശി, എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, നിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ക്ഷമിക്കുമായിരുന്നു അവൻ ചെയ്ത തെറ്റെന്ന് പറയുകയാണ്. ഇല്ല മുത്തശ്ശി, ഒരിക്കലും അമ്മ ഇത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ പിന്നെ അവൻ ചെയ്ത തെറ്റ് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ആഭരണത്തിൻ്റെ പെട്ടി എടുത്തിട്ട് മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മുത്തശ്ശി, ഇത് അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്, ഇത് കുഞ്ഞിൻ്റെ പെണ്ണായി വരുന്നവൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, കുഞ്ഞിൻ്റെ പെണ്ണ്, അങ്ങനെ ആചാരപ്രകാരം കയറി വരുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഈ ആഭരണ പെട്ടി അവിടെ തന്നേൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. ഇതേ സമയം റൂമിലാണെന്നുണ്ടെങ്കിൽ ശ്യാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് അഞ്ജലി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അഞ്ജലി മോളെ രാജകുമാരി, ഇതൊരിക്കലും ശരിയല്ല, അളിയൻ ചെയ്തത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല, ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല, ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശരിയാണ് ശ്യാമേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാനൊരിക്കലും ഈ വിവാഹം അംഗീകരിച്ചു കൊടുക്കുന്നില്ല മോളെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം, ഇതെങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ അഞ്ജലി പറയും, ശരിയാണ്, ഞാനിതൊരിക്കലും വിടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, ശ്യാമേട്ടൻ ചെന്നിട്ട് താഴെ എല്ലാവരോടും വരാൻ പറയും, ഹോളിലേക്ക് വരാൻ പറയും, എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്ന് പറയും കേട്ടോ. ശരി മോളെ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വരാം, അവരോടൊക്കെ വരാൻ പറയാം. അളിയനും ശ്രുതിയും തമ്മിൽ അങ്ങനെ ഒരു വിവാഹമൊന്നും ശരിക്കും നടന്നിട്ടില്ല, അവർ തമ്മിൽ എന്തോ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, ആളിൻ്റെ മനസ്സിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്, അത് ഈ വീടിന് ദോഷം ചെയ്യുന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ വീടിന് ദോഷം വരുന്ന ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല ശ്യാമേട്ടൻ ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറയട്ടെ. ശ്യാമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരെയും വിളിക്കാൻ പോകും കേട്ടോ. അശ്വിനെയും ശ്രുതിയും ഇപ്പം തന്നെ പിരിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഹാളിൽ നിരന്നിരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹാളിലേക്ക് വരികയാണ് കേട്ടോ. ശ്രുതി ഹാളിലേക്ക് വരുമ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട്, ഈ കുടുംബാംഗങ്ങളോട് വരാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിനുണ്ട്, അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞ് പോകാൻ പോണ സമയത്ത് അഞ്ജലി പറയും, വേണ്ട ശ്രുതി അവിടെ നിൽക്ക്, ഈ കാര്യം ശ്രുതിയും കൂടെ കേൾക്കേണ്ടതാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാധാരണ ഇവിടെ ഒരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആചാരപ്രകാരമാണ്, അഗ്നിസാക്ഷിയായി താലി കെട്ടിയതിന് ശേഷം ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയതിന് ശേഷമാണ് ഈ വീട്ടിൽ ഒരു മരുമകളായി ഒരു പെൺകുട്ടി കയറി വരുന്നത്. പക്ഷേ ശ്രുതി, നിൻ്റെ കഴുത്തിൽ അശ്വിൻ കെട്ടിയ താലി ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നിന്നെ ഒരിക്കലും ഞങ്ങൾ ഈ വീടിൻ്റെ മരുമകളായി അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ ശ്യാമന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ അശ്വിനുണ്ട് എഴുന്നേറ്റ് വേഗം തന്നെ പറയും, ചേച്ചി അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും, നീ മിണ്ടാതെ കുഞ്ഞ, ഇത് നിൻ്റെ ഓഫീസൊന്നുമല്ല, ഇത് വീടാണ്, ഞാൻ സംസാരിച്ചതിന് ശേഷം നിനക്ക് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ അശ്വിൻ അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ നടത്തണം, ഗൃഹപ്രവേശന ചടങ്ങ് നടത്തി അതിന് ശേഷം മാത്രമേ നീ ഈ വീടിൻ്റെ മരുമകളായി മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആ മനോരമ അങ്ങനെ മനസ്സിലാലോചിക്കണം, ഞാൻ വിചാരിച്ച് ഇവളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നു, അഞ്ജലി ബേബി പറഞ്ഞു വന്നപ്പോൾ ഞാൻ അങ്ങനെയാണ് കരുതിയത്, പക്ഷേ ഇതിപ്പോൾ വിളക്ക് വിളിച്ച് സ്വീകരിക്കുന്നത് പോലെ ആയല്ലോ എന്നൊക്കെ മോഹനോട് പറയാൻ കേട്ടോ. അങ്ങനെ അഞ്ജലി പോയിട്ട് വേഗം തന്നെ സാരി എടുത്തുകൊണ്ട് വന്നിട്ട് ശ്രുതിക്ക് കൊടുക്കുകയാണ്.
ഇത് നിൻ്റെ മന്ത്രകോടിയാണ്, ഇതെടുത്ത് അണിഞ്ഞൊരുങ്ങിയിട്ട് വരണം, എന്നിട്ട് ഗൃഹപ്രവേശന ചടങ്ങ് നടത്തണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ മനസ്സോടെ ശ്രുതിയായി ഒരു മന്ത്രകോടി വാങ്ങുകയാണ്. പിന്നീട് റൂമിൽ വന്നിരിക്കുകയാണ്. റൂമിൽ വന്നിരിക്കുമ്പോൾ അശ്വിൻ അവിടേക്ക് വരുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ എഴുന്നേൽക്കാണ്. എന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അവിടേക്ക് വരികയാണ് കേട്ടോ. അഞ്ജലി കുറച്ച് ആഭരണങ്ങളൊക്കെ കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ശ്രുതിക്ക് അത് കൊടുക്കുകയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയും, ഇത് ആഭരണങ്ങളാണ്, ഇത് നീ അണിഞ്ഞിട്ട് വേഗം തന്നെ താഴേക്ക് വായോ എന്ന് പറയും കേട്ടോ. അങ്ങനെ ശ്രുതി ആ ആഭരണ പെട്ടിയും കൊണ്ടുപോയിട്ട് പുതിയ മന്ത്രകോടി സാരി കൊടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വരികയാണ് കേട്ടോ. താഴെ എല്ലാവരും ശ്രുതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും കൊണ്ടുവരികയാണ്. ശ്രുതി ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് പട്ടുസാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് മണവാട്ടിനെ പോലെ അണിഞ്ഞൊരുങ്ങി വരികയാണ്. അങ്ങനെ വന്നിട്ട് അശ്വിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അശ്വിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പ്രീതി വിളക്ക് കൊളുത്തിയിട്ട് മുത്തശ്ശിയും കൂടെ വിളക്ക് കൊളുത്തി രണ്ടുപേരും കൂടെ വിളക്ക് കൊടുത്തിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. ഈ വിളക്ക് പിടിച്ച് അകത്തേക്ക് കയറാൻ പറയും. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അശ്വിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി അങ്ങനെ വിളക്ക് കയ്യിൽ വാങ്ങിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇങ്ങനെ അരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തട്ടി ഇങ്ങനെ ഇടാണ് കേട്ടോ. അവരുടെ ഒരു ചടങ്ങ് പ്രകാരം അശ്വിൻ സായിറാമിൻ്റെ ഭാര്യയായിട്ട് അങ്ങനെ വലതുകാൽ വെച്ച് ശ്രുതി അകത്തേക്ക് കയറുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.